ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു രസകരമായ യാത്രാനുഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ യാത്രയെപ്പറ്റി പറയുമ്പോൾ ആ സ്ഥലത്തെ പറ്റിയോ യാത്രയിലെ ഓരോ കാര്യങ്ങളെ പറ്റിയൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യാത്രയ്ക്കിടയിലുണ്ടായ രസകരമായ സംഭവങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരു രസകരമായ സംഭവം. ഒരു രാത്രിയിൽ, ക്രിസ്മസ് രാത്രിയിൽ വിളക്കുമാടം എൻ്റെ ഇടവകയിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ഇസ്രായേലിന് ഒരു ടൂറ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്ന്. വളരെ കാലമായി ഒരു വിദേശയാത്ര നടത്തണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. അതെവിടെ തുടങ്ങണം, എങ്ങനെ ആരുമായിട്ട് ബന്ധപ്പെടണമെന്നൊന്നും അറിയത്തില്ലാതെ ഇതൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പറ്റിയൊരവസരമായിട്ട് തന്നെ ഞാൻ കണക്കാക്കി. അങ്ങനെ അച്ഛനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പേരൊക്കെ കൊടുത്തു. ഒരു സെപ്റ്റംബർ മാസമായിരുന്നു യാത്ര, 2014. അപ്പോൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിദേശ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒന്ന് രണ്ട് ഗെറ്റ് ടുഗദർ പോകുന്നവരുമായിട്ട് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകിയിരുന്നു. അത് ഒരു വളരെ ഇൻസ്പിറേഷനായിരുന്നു. ടൂറിന് പോകാനുള്ള ആവേശം കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരു സെപ്റ്റംബർ മാസം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഞങ്ങൾ യാത്രയായി. എക്കണോമി പാക്കേജിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് ഭക്ഷണം അവൈലബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ചെന്നത് കുവൈറ്റിലാണെന്ന് തോന്നുന്നു. അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ വേണം ജോർദാനിലേക്ക് പോകാൻ. ഇസ്രായേലിലേക്ക് നേരിട്ട് ഫ്ലൈറ്റ് ഒന്നും തന്നെ ഗൾഫ് കൺട്രീസിന് അനുവദനീയമല്ല. അവരുടെ ഇസ്രായേലിലെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോർദാൻ മാത്രമേ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുള്ളൂ ഇസ്രായേലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. അങ്ങനെ കുവൈറ്റ് എയർപോർട്ടിൽ വളരെ സമയം 5-8 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഈ സമയമെല്ലാം ഭക്ഷണം ഇല്ലാതെ വിശന്നാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ചോക്ലേറ്റ്, കിറ്റ്കാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഗംഭീര വില, ഒരു രക്ഷയില്ല. അപ്പം ആദ്യ യാത്രയാണ്. അപ്പോൾ ഡോളർ ഇതൊക്കെ ചിലവാക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിശന്ന് തന്നെ ഇരുന്നു. ഒരു കാപ്പി കുടിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് ജോർദാനിലേക്ക് ഫ്ലൈറ്റ് കയറി. അങ്ങനെയാണ് അവിടെ വിദേശ ഒരു മണ്ണിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാല് കുത്തുന്നത്. മനസ്സിൽ നിർവചിക്കാനാകാത്ത സന്തോഷം അന്നുണ്ടായി. എല്ലാവരും ഗ്രൂപ്പ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ പെട്ടെന്ന് കിട്ടി. വലിയ തിരക്കില്ലാത്തൊരു എയർപോർട്ടാണ്. അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ കുറച്ച് നേരം സിറ്റിയിൽ കൂടെ റൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഹോട്ടലിലെ മുറികളൊക്കെ വളരെ ചെറുതായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ മുറികളിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഓരോ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും വേണ്ട കീ എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൂർ ഓപ്പറേറ്റർ ഫാമിലി ആയിട്ടുള്ളവർക്കും ഇതെല്ലാം ലിസ്റ്റ് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി അവരുടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും കീ ഒന്നും കൈ കിട്ടാനായിട്ട് വലിയ വിഷമം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെയും ഡിലേ വന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഫ്രഷായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. ഞാൻ വളരെ നേരത്തെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നപ്പോൾ ഒരു അനക്കമില്ല. അവിടെ കൃത്യസമയത്തെ അവിടെ ഭക്ഷണം വിളമ്പുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹോദരി ഉണക്കക്കപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കിച്ചണിൽ വേവിക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ഓരോന്നോരോന്നായി മേശപ്പുറത്ത് ഡൈനിങ്ങിലേക്ക് വരാൻ തുടങ്ങി. ഒരു ഗംഭീര ഡിന്നറായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലെ അപേക്ഷിച്ച് ഇസ്രായേലിലെ വിഭവങ്ങളെല്ലാം കൂടുതലുണ്ട്. അന്ന് അതൊരു സ്പെഷ്യൽ ഡിന്നറായിട്ട് തന്നെയാണ് അവിടെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, അതുപോലെ തന്നെ മീറ്റ്, വെജിറ്റബിള്, റൈസ് ഐറ്റംസ്, ഇതെല്ലാം അന്നുണ്ടായിരുന്നു. എവിടെ തുടങ്ങണം, എന്ത് കഴിക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇറച്ചിയൊക്കെ വളരെ സ്ലൈസായിട്ട് മസാലകളൊന്നും ചേർക്കാതെ വേവിച്ച് വെച്ചിരിക്കുന്നു, ഉപ്പ് ചേർത്ത്. അതിനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും അത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് അതൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റി ഫുഡുകളൊക്കെ. അങ്ങനെ ഞങ്ങളോട് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞു പിറ്റേ ദിവസം വെളുപ്പിനെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇസ്രായേൽ ക്രോസിങ് കടന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വളരെ നേരത്തെ വന്നില്ലെങ്കിൽ അവിടെയെല്ലാം ഭയങ്കര തിരക്കാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് ഞങ്ങളെല്ലാവരും വളരെ നേരത്തെ തന്നെ ബസ്സിൻ്റെ അടുത്തെത്തി. രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. ജോർദാനിലെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ആകെ കാണുന്ന മോസസ് ടോംബിലാണ്. അവിടെ മൗണ്ടൻ നെബോയിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. മൗണ്ടൻ നെബോ ഒരു 10-15 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവിടെ മോസസ് ടോംബിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അവിടെ 4-5 ബസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഓടി നടന്ന് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അത് ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് പേര് അതിൻ്റെ അകത്ത് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യം കാണിച്ചു. അപ്പം ഞാനും കുറച്ചൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം അവിടുന്ന് താഴോട്ട് നോക്കിയാൽ വാഗ്ദത്ത ഭൂമി നമുക്ക് കാണാൻ പറ്റും. കാനാൻ ദേശം. ഒരു മാപ്പ് വലിയൊരു മാർബിളയിൽ അത് വരച്ചു വെച്ചിട്ടുണ്ട് ഓരോ ഡയറക്ഷനിലും. ജെറിക്കോ പട്ടണം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മൊത്തം വ്യൂ ഒരു മാപ്പ് ആ ഒരു മാർബിളിൻ്റെ ആ മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം ഞങ്ങൾ നേരെ ഇസ്രായേലിലേക്കുള്ള യാത്രയായി. അപ്പോൾ ഇനി ഇറക്കമാണ് ഇറങ്ങുന്നത്. കുന്നുകളെല്ലാം കഴിഞ്ഞ് ഇറക്കമാണ്. അപ്പോൾ ചെറിയ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ കടന്നാണ് പോകുന്നത്. പട്ടണങ്ങൾ പറഞ്ഞാൽ അതെല്ലാം കൃഷി ഭൂമികളാണ്. അഗ്രികൾച്ചറൽ ഷോപ്പുകളൊക്കെയാണ് കൂടുതൽ. സിറ്റിയിലൊക്കെ കടന്നുപോയി. അപ്പോൾ ടൂർ ഓപ്പറേറ്റർ ഞങ്ങളോട് പറഞ്ഞു ഇസ്രായേലിലേക്കുള്ള നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയെ മാനിച്ച് അവരുടെ സുരക്ഷ കണക്കാക്കി അവർ പല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നമ്മളെ ചെയ്യും. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു തീവ്രത ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇസ്രായേലിൽ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും. അത് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അത് ക്യാച്ച് അവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലാകുമായിരുന്നു. ആദ്യ യാത്രയാണ്, ഇങ്ങനെയൊന്നും റെഫർ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഈ ബോർഡറിലേക്ക് വണ്ടി ജോർദാൻ റിവർ കടന്ന് കിങ് ഹുസൈൻ ബ്രിഡ്ജ് കടന്നാണ് ഞങ്ങൾ പോകുന്നത്. കിങ് ഹുസൈൻ ബ്രിഡ്ജിന് പല പേരുകളുണ്ട്. അലൻബൈ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഷെയ്ഖ് ഹുസൈൻ ക്രോസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിൻ്റെ ഏരിയയാണ്. വളരെ പട്ടാളക്കാരും എല്ലാം ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്, ഒരു വലിയ ഒരു ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ബസ്സും ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആദ്യം ഞങ്ങളുടെ ലഗേജ് എല്ലാം ഞങ്ങളോട് ബസ്സിൽ നിന്ന് ഇറക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു സ്കാനിങ് ബസ്സിൽ ലഗേജ് എല്ലാം നടത്തുന്നുണ്ട്, സ്ക്രീനിങ്. അതിനുശേഷം പിന്നീട് വീണ്ടും ലഗേജ് എല്ലാം ബസ്സിൽ കയറ്റാൻ പറഞ്ഞു. ആ കൂടെ ഞങ്ങൾ പിന്നെയും ബസ്സിൽ കയറ്റി. എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല, നമ്മളിത് അവർ പറയുന്ന കേൾക്കുന്നു. അപ്പോൾ ആദ്യ സ്ക്രീനിങ്ങിൽ മെയിനായിട്ട് നോക്കുന്ന ബോംബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ആയിരിക്കും, തോക്കോ എന്തെങ്കിലുമൊക്കെ ലഗേജിലുണ്ടോയെന്നായിരിക്കും. അതിനുശേഷം വീണ്ടും ബസ്സിൽ ലഗേജ് എല്ലാം കയറ്റി വീണ്ടും ഒരു 300-400 മീറ്റർ കഴിയുമ്പോൾ വീണ്ടും ലഗേജ് എല്ലാം ഇറക്കാൻ പറയുന്നു. അപ്പോൾ പിന്നെ ബസ്സിൻ്റെ അണ്ടർഗ്രൗണ്ടും ബോഡിയെല്ലാം സ്കാൻ ചെയ്യുന്നുണ്ട്. ബസ് ഇസ്രായേലിലേക്ക് കടന്നതുകൊണ്ട് ആണ് അവിടെ പിന്നെ അടുത്ത ബസ്സിൻ്റെ ബോഡിയെല്ലാം ചെക്ക് ചെയ്യുന്നത്. ഈ ബസ്സിലല്ല ഞങ്ങൾ ഇസ്രായേലിലെ യാത്രകൾ ചെയ്യുന്നത്, ഞങ്ങൾ വേറൊരു ബസ്സിലാണ്. അതുകൊണ്ട് ആ ബസ് റിട്ടേൺ അടിക്കുകയാണ്. എന്നാലും ബോർഡറിലേക്ക് കടന്നതുകൊണ്ടാണ് ആ ബസ് അത്രയും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഇമിഗ്രേഷൻ്റെ ലൈനിൽ നിൽക്കുകയാണ്. ഓരോരുത്തരെയായി ഇൻ്റർവ്യൂ ചെയ്യുന്നു. മറ്റുള്ള രാജ്യത്തിൽ വന്ന ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്, എന്നാലും ഭൂരിപക്ഷം മലയാളി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ മുന്നിൽ ഇൻ്റർവ്യൂ നടക്കുന്നു. ഓരോരുത്തരെ പാസ്പോർട്ടെല്ലാം വെരിഫൈ ചെയ്ത് ഒരു 6 അടി പൊക്കമുള്ള ഒരു ഓഫീസറാണ്. നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ഫേസ് ടു ഫേസ്, ഇടയ്ക്ക് ഒരു പാർട്ടീഷനൊന്നുമില്ല. അപ്പം ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ടൂർ ഓപ്പറേറ്ററോട് ചോദിച്ചു, ഇവിടെ എന്താ ഈ ചോദിക്കുന്നത്, എന്ത് പറയും എന്നൊക്കെ. അപ്പോൾ ടൂർ ഓപ്പറേറ്റർ പല പ്രാവശ്യം പോയിട്ടുള്ളത് കൊണ്ടും ഇത് ഫേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് അത് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അദ്ദേഹം നിങ്ങൾ വായി വരുന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആകെ ഒരു മനസ്സിനൊരു ചങ്കിടിപ്പ്. ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണല്ലോ ഇങ്ങനെ ബോർഡറിൽ. അപ്പോൾ എൻ്റെ മുന്നിൽ വൈഫായിരുന്നു ഇരുന്ന്. വൈഫിനോട് പാസ്പോർട്ടൊക്കെ മേടിച്ചിട്ട് ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. വൈഫ് നോ എന്ന് പറഞ്ഞു കയറ്റി വിട്ടു.
അപ്പം അടുത്ത എന്നോടാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഈ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചപ്പോൾ യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞു. അപ്പം 5-8 ചോദ്യങ്ങൾ എന്നോട് അങ്ങോട്ട് ചോദിച്ചു. നിങ്ങൾ എവിടെ പോകുന്നു, എല്ലാം ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്. എവിടെ പോകുന്നു, എന്നൊക്കെ കാണാൻ പോകുന്നു, എത്ര ദിവസം ഇവിടെയുണ്ട്, ഏത് ഹോട്ടലിലേക്കാണ് നിങ്ങളിപ്പം പോകുന്നത്, ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളാകെ പെട്ടെന്ന് മറുപടി പറയാൻ ഒന്നും വായി വരുന്നില്ല. പുറകോട്ട് നോക്കിയപ്പോൾ ആരും സഹായിക്കാനും ഇല്ല. അങ്ങനെ ഒരു വലിയ വിഷമസന്ധിയിൽ ആകെ മനസ്സിൽ വന്നത് ഗ്രൂപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി അയാൾ പിന്നെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അതൊന്നും അല്ല കേൾക്കേണ്ടത്, ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ആകെ വെള്ളം കുടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ 1-2 സ്ഥലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. പിന്നെ ബത്ലഹേം, കാൽവരി എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ക്യാച്ച് ചെയ്തു. അങ്ങനെ 1-2 സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് ഹോട്ടലിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് അപ്പോൾ പിന്നീട് വീണ്ടും ലഗേജ് ചെക്കിംഗ് ആണ്. അപ്പോൾ ലഗേജ് വീണ്ടും ചെക്ക് ചെയ്ത് അതിൻ്റെ ഇസ്രായേലിൻ്റെ ബോർഡറിലേക്ക് ഞങ്ങൾ കയറി. അങ്ങനെ അപ്പോഴൊരു ശ്വാസം വിട്ട പ്രതീതി, അപ്പോഴാണ് ശരിക്കും ശ്വാസം വിട്ടത്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ് ഈ ഇത്രയും പേരെ സ്ക്രീൻ ചെയ്ത് ഇസ്രായേൽ ബോർഡറിലേക്ക് കടത്തുന്നത്. അപ്പോൾ ആരും പ്രശ്നക്കാരല്ലെന്നുള്ളതോ ഒന്നും അവർക്കറിയത്തില്ല. ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് അവർ കണക്കാക്കി ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഈ ടൂർ ഓപ്പറേറ്റർ ഒരു 10-20 പ്രാവശ്യമെങ്കിലും ഇസ്രായേലിന് പോയിട്ട് കാണും. അതിൻ്റെ യാതൊരു പരിചയം ഒരു കൺസിഡറേഷൻ നമുക്ക് നൽകുന്നില്ല. അപ്പോൾ പിന്നീട് ലഗേജൊക്കെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഒരാളുടെ ലഗേജ് പിടിച്ചു വെച്ചു. ആ ഒരു സംഭവം ഞാൻ അടുത്ത ദിവസം നിങ്ങളോട് പറയുന്നതാണ്. അത് വളരെ രസകരമായ മറ്റൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളാണ് യാത്രയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് ഇടുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക.